മഞ്ഞുമൽ ബോയ്സ് നിർമ്മാതാക്കളുടെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അന്വേഷണം കടുപ്പിച്ച പോലീസ്. നടൻ സൗബിൻ ഷാഹിർ, ഷോൺ ആന്റണി, ബാബു ഷാഹിർ എന്നിവരുടെ സ്വത്ത് വിവരങ്ങൾ ശേഖരിച്ചിരിക്കുകയാണ് പോലീസ്. ചിത്രത്തിന്റെ നിർമ്മാണത്തിനായി പ്രതികൾ ചെലവഴിച്ച തുകയും പോലീസ് പരിശോധിക്കുകയാണ്. വിവരങ്ങളുമായി സഹിൻ ആന്റണിയാണ് കൊച്ചിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നത്. സഹിൻ, ഇഡിയുടെ അന്വേഷണം ഇവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ സിനിമയുടെ കളക്ഷന്റെ മറവിൽ കള്ളപ്പണം വെളുപ്പിച്ചോ എന്നെ സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തിയിരുന്നു. ഇപ്പോൾ കേരള പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്ന പരാതികളിൽ അന്വേഷണം നടത്തുകയാണ്. ഏതെല്ലാം കാര്യങ്ങളാണ്, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പോലീസ് അന്വേഷിക്കുന്നത്? ബിന്നില് ഈ ചിത്രത്തിന്റെ തന്നെ മറ്റൊരു നിർമ്മാതാവായിട്ടുള്ള സിറാജിന്റെ പരാതിയിലായിരുന്നു മരട് പോലീസ് നടൻ സൗബിൻ ഷാഹിർ, ഒപ്പം തന്നെ അതിന്റെ നിർമ്മാതാവായിട്ടുള്ള ഷോൺ ആന്റണി, കൂടാതെ ബാബു ഷാഹിർ, ഈ 3 പേർക്കെതിരെയും കേസെടുത്തിരുന്നത്. അന്ന് ഈ സിറാജിന്റെ പരാതി എന്ന് പറയുന്നത് താൻ 7 കോടി രൂപ ഈ ചിത്രത്തിന്റെ നിർമ്മാണത്തിനായി നൽകിയിരുന്നു. തന്റെ പണം ഉപയോഗിച്ചുകൊണ്ടാണ് ആ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചത്. പിന്നീട് ഇവർ പല റൈറ്റ്സുകളും, അതായത് OTTയും മറ്റ് സാറ്റലൈറ്റും അടക്കമുള്ള റൈറ്റ്സുകൾ ഉപയോഗിച്ചാണ് പടം പൂർത്തീകരിച്ചത്. അവരുടെ ഈ പറയുന്ന സൗബിൻ്റെയോ അല്ലെങ്കിൽ ഷോണിൻ്റെയോ ബാബു ഷാഹിറിൻ്റെയോ കയ്യിൽ നിന്നും 1 രൂപ പോലും ഈ പടത്തിനായി ചെലവഴിക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ ലാഭവിഹിതമായി തനിക്ക്, അതായത് സിറാജ് എന്ന് പറയുന്ന വ്യക്തിക്ക് 1 രൂപ പോലും നൽകിയിട്ടില്ല. 7 കോടി രൂപയല്ലാതെ മറ്റൊരു രൂപ പോലും തനിക്ക് നൽകിയിട്ടില്ല എന്നുള്ളതാണ് സിറാജിൻ്റെ അവകാശവാദം. ഇതേ തുടർന്നായിരുന്നു സിറാജ് മരട് പോലീസിൽ പരാതി നൽകിയിരുന്നത്. എന്തായാലും ഈ പരാതിയിൽ പോലീസ് കേസെടുത്തു. ഈ കേസ് സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സൗബിൻ കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ സൗബിൻ്റെ ഹർജി കോടതി തള്ളുകയാണ് ഉണ്ടായത്. ഈ സാഹചര്യത്തിലാണ് മരട് പോലീസ് വീണ്ടും ഈ കേസിന്റെ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ശക്തമായ രീതിയിൽ തന്നെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. സൗബിനോടും ഒപ്പം തന്നെ ബാബു ഷാഹിറിനോടും കൂടാതെ ഈ ഷോൺ ആന്റണിയോടും, ഈ 3 പേരോടും 14 ദിവസത്തിനുള്ളിൽ മരട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനിടയിലാണ് പോലീസ് ഇവരുടെ സ്വത്ത് വിവരങ്ങൾ ശേഖരിക്കാൻ തീരുമാനിച്ചതും സ്വത്ത് വിവരങ്ങൾ ശേഖരിക്കാൻ തുടങ്ങിയിരിക്കുന്നതും. ഈ പറയുന്ന വ്യക്തികൾ ഈ മഞ്ഞുമൽ ബോയ്സിന്റെ നിർമ്മാണത്തിന് മുൻപും ശേഷവും ഉണ്ടായിരുന്ന സ്വത്ത് വിവരങ്ങളെക്കുറിച്ചാണ് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചിത്രത്തിന് ശേഷം എത്രയധികം സ്വത്ത് ഇവർ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് എന്നുള്ളത് സംബന്ധിച്ചാണ് പോലീസ് പരിശോധന നടത്തുന്നത്. മറ്റൊന്ന്, ഈ പറയുന്ന പ്രതികൾ എത്ര രൂപ ഈ ചിത്രത്തിൻ്റെ നിർമ്മാണത്തിനായി ചെലവഴിക്കേണ്ടി വന്നിട്ടുണ്ടോ, ഇക്കാര്യങ്ങളെല്ലാം പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും മരട് പോലീസ് ഇതിൽ കാര്യമായ അന്വേഷണം നടത്തുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. തനിക്ക് 40 കോടി രൂപ ലാഭവിഹിതമായി വേണമെന്നുള്ളതാണ് സിറാജിൻ്റെ ആവശ്യം. കൂടാതെ ഇയാൾ പറയുന്നത് 200 കോടിയിലധികം രൂപ വലിയ വരുമാനം ഈ ചിത്രം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തൻ്റെ ലാഭവിഹിതം 40 കോടി രൂപ വേണമെന്നുള്ളതാണ് ഇയാളുടെ ആവശ്യം. ഇതേ തുടർന്നാണ് പോലീസ് കേസെടുക്കുകയും അന്വേഷണം ആരംഭിച്ചിരിക്കുകയും ചെയ്തത്. ഓക്കെ, ശരി. സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്. അന്വേഷണം കടുപ്പിച്ചിരിക്കുകയാണ് മഞ്ഞുമൽ ബോയ്സ് നിർമ്മാതാക്കൾക്കെതിരെ കേരള പോലീസും എന്നുള്ളതാണ് സഹിൻ റിപ്പോർട്ട് ചെയ്യുന്നത്.